السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباد العلماء. صدق الله العلي العظيم. من سلك طريقا يلتمس به علما سهل الله به طريقا إلى الجنة. ومن اجتمع قوم في بيت من بيوت الله يتلون كتاب الله يتدارسون بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. رواه مسلم. صدق رسول الله. SKSSF റന്തർക്ക യൂണിറ്റ് സംഘടിപ്പിച്ച 2 ദിവസത്തെ വാദ പരിപാടി, അതിൽ ആദ്യത്തെ ദിവസം ഇന്ന് വിനീതനെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് നിന്നിട്ടുള്ളത്. എൻ്റെ പ്രസംഗം നീറ്റൽ ശരിയല്ല. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കർണാടക കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനും വാഗ്മിയുമായ UK മുഹമ്മദ് ഹനീഫ് നിസാമി ഉസ്താദിൻ്റെ ആ മുത്തുമണി ആ പ്രസംഗത്തിന് നമ്മൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദീർഘപ്രസംഗാക്കുക എന്നുള്ളത് അത്ര ഉചിതമല്ല. എങ്കിലും ഈ മഹത്തായിരിക്കുന്ന മജ്ലിസിൽ വന്ന് ദൂരെ നിൽക്കുന്നവർ, വീട്ടിലിരിക്കുന്നവർ വന്ന് ഇരിക്കണം. ഈ ഒരു ഓതി വെച്ച ഹദീസിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് നാം നിർത്തുകയാണ്. സ്വഹീൽ മുസ്ലിം ഇമാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ബി ഇൽമൻ സഹലല്ലാഹു ലഹു ബി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു. ആ വഴിക്ക് അയാൾ പ്രവേശിച്ചത് എന്തിനു വേണ്ടി? ഇൽമു പഠിക്കാൻ വേണ്ടി. ഇൽമു ഉദ്ദേശം, എനിക്ക് ഇൽമു പഠിക്കണം, അള്ളാഹുവിൻ്റെ ദീനിയായിരിക്കുന്ന ഇൽമു പഠിക്കണം എന്ന് ഇൽമിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പ്രവേശിച്ചാൽ, കടന്നു പോയാൽ, സഹലല്ലാഹു ലഹു ബി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുത്ത വഴി കണ്ടുപിടിച്ചു. മനസ്സിലായോ? നിസ്കാരത്തിനെ പറ്റി പറഞ്ഞല്ല, നോമിനെ പറ്റി പറഞ്ഞല്ല, ഇത് ഹജ്ജിനെ പറ്റി പറഞ്ഞതല്ല. ഇതുപോലത്തെ ഇൽമിന്റെ സദസ്സിൽ വന്ന ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തി സ്വർഗത്തിലേക്ക് കടക്കുന്ന അടുത്ത വഴി കണ്ടുപിടിച്ചു. ഇവിടെ എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കണം തന്നെ ആഗ്രഹമാണ്. നിസ്കരിക്കാത്തവനും കള്ളു കുടിക്കുന്നവനും വിചാരിക്കും ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ മോക്കുന്നെല്ലാം സ്വാലിയായ ഭർത്താവ് കിട്ടുന്ന ആഗ്രഹമുണ്ട്. എല്ലാവരും നല്ലതാണ്. പക്ഷെ അവനായിട്ടില്ലെങ്കിലും അമുസ്ലിമുകൾ പോലും ക്രിസ്തു സഹോദരന്മാരും എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് പോകണം. എന്നാൽ ആ സ്വർഗത്തിലേക്ക് അടുത്ത വഴി ഏതാണെന്ന് അറിയുമോ? അത് പരിശുദ്ധമാകപ്പെട്ട ഇൽമിന്റെ സദസ്സിലിരിക്കലാണ്, ഇൽമ പഠിക്കലാണ്. ഉമജ്തമ ഖൗമിൻ ഫീ ബൈത്തിൻ മിൻ ബുയൂതിൽ യത്ലൂന കിതാബല്ലാഹ്. ഒരു ജമാഅത്ത്, ഒരു സമുദായം ഒരുമിച്ച് കൂടിയിട്ടില്ല. അള്ളാഹുവിന്റെ വീടുകളെന്നുള്ള വീടുകളിൽ അവർ ഒരുമിച്ച് കൂടിയിട്ടില്ല. വീട് കൊണ്ട് ഉദ്ദേശം പള്ളി. മുൻകാലത്തെല്ലാം ഇതുപോലത്തെ സ്റ്റേജ് സംഘടിപ്പിച്ചിട്ട് വയതില്ല. ദർസും വയതും മദ്രസൊക്കെ പള്ളിയിലാണ്. അപ്പൊ ഇത് ആ ഒരു സ്ഥാനത്താണ് ഈ സദസ്. ഉമജ്തമ ഖൗമൻ ഫീ ബൈത്തിൻ മിൻ ബുയൂതിൽ യത്ലൂന കിതാബല്ലാഹ് യതദാറസൂന ബൈനഹും ഇല്ലാ നസലത് അലൈഹിം സകീനതു വഗശിയതുഹുർ റഹ്മതു വഹഫത്തുൽ മലായികതു വദകറഹുല്ലാഹു ഫീ മൻ ഇൻദഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരുമിച്ച് കൂടിയിട്ടില്ല അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടിയല്ലാതെ. എന്നാൽ ഇല്ലാ നസലത് അലൈഹിം സകീന, അവർക്ക് അല്ലാഹുവിന്റെ ഘനതിപ്പാടി ഇറങ്ങും. നിങ്ങളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച്, ഇൽമിന്റെ സദസ്സിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞതാണ്. ദൂരെ നിൽക്കുന്നവർ, വീട്ടിലിരിക്കുന്നവർക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നതല്ല, മുമ്പിൽ വന്നുകൊണ്ട് സദസ്സിലിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഘനതിപ്പാട്, അള്ളാഹുവിന്റെ പൊരുത്തം, ഇൽമിന്റെ സദസ്സിലിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പൊരുത്തം എന്ന് പറഞ്ഞാൽ ശരിയതല്ല.
ഏതെങ്കിലും ഉസ്താദിന്റെ പൊരുത്തമല്ല, ഒരു തങ്ങളെ പൊരുത്തമല്ല, അള്ളാഹുവിന്റെ പൊരുത്തം. റിദ്വാനു മിനല്ലാഹി അക്ബർ, വിശുദ്ധ ഖുർആൻ പറയും. അള്ളാഹുവിന്റെ പൊരുത്തം അത് ഏറ്റവും വലുതാണ്, അതിനെക്കാണ് വലുതുള്ളൊന്നും കാര്യമില്ല. അത് ആർക്ക് ലഭിക്കും? ഇൽമിന്റെ സദസ്സിലിരുന്നവർക്ക് ലഭിക്കും. ഇല്ലാ ഖശിഅത്തുർ റഹ്മ, അവരെ റഹ്മത്ത് പതിയും. ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നവരെ റഹ്മത്ത് പതിയും. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. വഹഫത്തുൽ എന്ന് മാത്രമല്ല, ഖശിഅത്തുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ പതിയും. വഹഫത്തുൽ മലായിക, മലക്കുകൾ അവരെ തവാഫ് ചെയ്യും. തവാഫ് ഇല്ലെങ്കിൽ ചുറ്റിലും മക്കത്തെ കാബുണ്ടല്ലോ, കാബത്തിൽ ആളുകൾ ഇങ്ങനെ ചുറ്റലേക്കാണ് തവാഫ് ചെയ്യുന്നത്. അപ്പൊ ഇൽമിന്റെ സദസ്സിരുന്ന വ്യക്തിനെ മലക്കുകൾ തവാഫ് ചെയ്യും. മനസ്സിലായോ? വദക്കറുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ കോടാനകോടി മലക്കുകൾ അല്ലാഹുവിന്റെ ഭൂലോകത്തുണ്ട്. ലാ യഅലമുന അദദും ഇല്ലല്ലാഹ്, അവരെ എണ്ണം ആർക്കും അറിയില്ല. മലക്കുകളുടെ എണ്ണം ആരും ഒരു ഉസ്താദിന് അറിയാൻ സാധ്യമല്ല. അതിൽ 10 മലക്കിന്റെ പേര് അറിഞ്ഞിരിക്കൽ അത് ഈമാനിന്റെ അഖീദയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതാവട്ടെ, ഈ കോടാനകോടി മലക്കുകൾ, അവർക്ക് ഭക്ഷണമില്ല, ഉറക്കമില്ല, വിസർജനമില്ല, വികാരമില്ല, അവർ ആണുമല്ല പെണ്ണുമല്ല, അങ്ങനത്തെ ഒരു വിഭാഗം, ഒരു ജീവികളാണ് അള്ളാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ. ആ മലക്കുകളെ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിളിച്ചു പറയും, റംതടക്കത്തെ പള്ളിന്റെ പരിസരത്തിൽ ഇന്നവന്റെ മകൻ ഇന്നവൻ എന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി സദസ്സിൽ ഇരുന്നിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ദീർഘിച്ച് പറയുന്നില്ല. ഇന്നും നാളെയുള്ള പ്രസംഗങ്ങൾക്ക് എല്ലാവരും അച്ചടക്കത്തോടു കൂടെ, ഉസ്താദിന്റെ, നമ്മുടെ നിസാമിന്റെ ഉസ്താദിന് പിന്നെ ആളിന് കേട്ട ആരും പോകുന്നില്ല, എല്ലാവരും ഇരിക്കുന്നു. അത് ആ ഉസ്താദായ ഉസ്താദായ എല്ലാവരും അവല് മുതൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കറക്റ്റ് ഇരിക്കണം. ഒന്നും പിന്നെ ഒരു 3 വിഷയം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മൈക്കന്റെ ഓപ്പറേറ്റർമാർ, നിങ്ങൾ മൈക്ക സെറ്റിംഗ് എല്ലാം നാളെ 6 മണിക്ക് ആകിട്ട് തന്നെ വേണം. പിന്നെ ഇവിടെ മജ്ലിസും തുടങ്ങുമ്പോൾ കട്ട കുട്ടു അവിടെ നിസ്കരിക്കുന്നില്ല, അതെടുക്കുന്നില്ല, അത് ഈ വിഷയവേ ആവല ബേജാറാക്കും തീരെ നിങ്ങൾ. ഇപ്പൊ ഇന്നും അങ്ങനെ എല്ലാ സെറ്റിംഗ് ക്ലീൻ 6 മണിക്ക് പിന്നെ റെഡി ആവണം. ഇവിടെ മജ്ലിസിനൂറുണ്ട്, പ്രസംഗമുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും മൈക്കിന്റെ ഓപ്പറേറ്റർമാർ സെറ്റാക്കി വെക്കണം. നാളെ പകൽ വന്നിട്ട് 5 മണിക്ക് തന്നെ നിങ്ങൾ മൈക്ക് സെറ്റായിട്ട് വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്താൽ കുറയട്ടെ. മറ്റൊരു കാര്യം, നാളെ മഗ്‌രിബ് നിസ്കരിച്ച വാർഡ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്മാനുൽ ഫൈസിയും അവിടുത്തെ ശിഷ്യന്മാരും എസ് ബി ദാരിമി ഉസ്താദും മിത്തവിളി ഉസ്താദാരിമും തുടങ്ങിയ നേതാക്കന്മാരും നാളെ ഇവിടേക്ക് വരും. മഗ്‌രിബ് നിസ്കരിച്ച വാർഡ് ഇവിടെ മജ്‌ലിസിനൂർ നടക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിഫലമുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിസാമി ഉസ്താദ് അതിനെ പറ്റി നിങ്ങളോട് സൂചിപ്പിക്കും, പറയുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, മജ്‌ലിസിനൂറിനെ പറ്റി ഉസ്താദ് പറയും. അപ്പൊ ആ ഒരു സദസ്സിൽ ഇരിക്കുക എന്നുള്ളത് അത് വലിയ ഭാഗ്യമാണ്. ആ മജ്‌ലിസിനൂർ മഗ്‌രിബ് നിസ്കരിക്കാൻ തന്നെ എല്ലാവരും പള്ളിക്ക് വരണം, റോഡിൽ പള്ളി ആളാകണം. അപ്പൊ എല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ച വാർഡ് ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിനൂർ നടക്കും. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നടക്കുന്നതാണ്. അതുപോലെ പൈസ എത്തിച്ചവരും പിന്നെ സാധനം എത്തിച്ചവരെല്ലാം ഉണ്ടല്ലോ, എല്ലാവരും നാളെ 6 മണിക്ക് തന്നെ എത്തിക്കണം. അതിന് ബന്ധപ്പെട്ടവർ കൊടുത്തു സഹകരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പിന്നെ